ഡ്രസ്സിങ് കണ്ടാൽ അറിയാമല്ലോ, ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. ദാസേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ കല്യാണമാണ്. ട്രിവാൻഡ്രത്തു നിന്ന് ഞാൻ പത്തനംതിട്ട എത്തി. പത്തനംതിട്ടയിൽ നിന്നും ഗ്രൂമിൻ്റെ കൂടെ, അതായത് പാർട്ടിയുടെ കൂടെ പെരുമ്പാവൂർ വെച്ചിട്ടാണ് കല്യാണം. ബ്രൈഡിൻ്റെ വീട് പെരുമ്പാവൂരാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്തു പെരുമ്പാവൂരെത്തി. അതൊരു എപ്പോഴും നമ്മൾ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഗെറ്റ് ടുഗദറും കൂടിയാണല്ലോ. നമ്മുടെ എല്ലാ റിലേറ്റീവ്സിനെയും കാണുന്ന സമയമാണ്. സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ്, അതായത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സദ്യവട്ടങ്ങൾ, അതായത് കറികൾക്ക് എല്ലാം പ്രത്യേകതകളുണ്ടായിരിക്കും. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇവിടെയും കല്യാണ സദ്യ വിളമ്പുന്ന രീതിയിലെല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു. ഓർഡറെല്ലാം പല തരത്തിലായിരുന്നു. മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നോർത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സദ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യത്യാസം പരിപ്പ് കറി കിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ട്രിവാൻഡ്രക്കാർക്ക് പരിപ്പും പപ്പടവും ഇല്ലാതെ ഒരു സദ്യയെപ്പറ്റി ചിന്തിക്കാൻ പോലും ആകില്ല. അപ്പോൾ നോർത്തിലേക്ക് പോകുമ്പോൾ എസ്പെഷ്യലി തൃശ്ശൂരൊക്കെ ഞങ്ങൾ കണ്ടു. പരിപ്പെന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ വിളമ്പും. അതാണ് നമ്മുടെ ട്രിവാൻഡ്രമായിട്ട് ഏറ്റവും മേജറായിട്ടൊരു ഡിഫറൻസ് കണ്ടത്. ബാക്കിയെല്ലാം ഓക്കെയാണ്, നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എല്ലാ സദ്യവട്ടങ്ങളിലും ഏറ്റവും അവസാനം മോരും രസവും വിളമ്പും. അതെന്തിനാണെന്ന് അറിയാമല്ലോ. കാരണം ദഹിക്കാൻ നമ്മൾ അത്രയും മധുരവും പല രസങ്ങൾ കഴിച്ചിട്ട് ഏറ്റവും അവസാനം അതെല്ലാം ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രസവും മോരും ലാസ്റ്റിൽ വിളമ്പുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ ഞങ്ങൾ കണ്ടത് പായസത്തിന് മുന്നേ തന്നെ രസവും മോരും വിളമ്പി. പക്ഷേ ഞാനത് വാങ്ങിയില്ല കേട്ടോ. ഞാൻ എല്ലാം അതേ രീതിയിൽ കഴിച്ചിട്ട് ഏറ്റവും ലാസ്റ്റിൽ ഞാൻ മാത്രം അവിടെ ഇരുന്ന് രസവും മോരും ഒക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുകയായിരുന്നു. ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ രസം കഴിക്കാവൂ. എന്നാൽ മാത്രമേ ആ സദ്യയുടേതായ ഒരു ക്ഷീണമൊക്കെ നമുക്ക് മാറുകയുള്ളൂ. അതാണ് സദ്യയുടെ ആ ഒരു രസം എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾക്കും വിളമ്പാൻ തുടങ്ങി. ബ്രൈഡ് ആൻഡ് ഗ്രൂം എൻജിനീയേഴ്സാണ്. രണ്ടുപേരും ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ കാലത്ത് എല്ലാ കുട്ടികളും പുറത്തു പോയി പഠിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ആരോ പറഞ്ഞ പോലെ ഒരു സമയമാകുമ്പോൾ കേരളം വൃദ്ധന്മാരുടെ നാടാകുമോ എന്ന് പേടിയുണ്ട്. കാരണം ആ കല്യാണത്തിന് വന്ന ആരോട് ചോദിച്ചാലും അവരുടെ മക്കളെല്ലാം UK, കാനഡ, ജർമ്മനി, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് യങ്സ്റ്റേഴ്സ് ഒന്നും നാട്ടിൽ കാണുമെന്ന് എനിക്ക് തോന്നില്ല. അത് ഓർക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ടാവും. പക്ഷേ എന്തായാലും കുട്ടികളെല്ലാം പുറത്തു പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു കല്യാണ മാമാങ്കം കഴിഞ്ഞു. ഞങ്ങൾ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കയറിയിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവരും വളരെ സന്തോഷത്തോടെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും പുറത്തുനിന്നെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും കല്യാണം അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ ഒരു റീയൂണിയൻ കൂടിയാണ്. എൻ്റെ ഈ കല്യാണ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Thank you for watching. Bye bye.